ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ കാഴ്ച തന്നെ ചേട്ടൻ ജോലിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ചേട്ടൻ ജോലിക്ക് പോകുന്നത്. അപ്പോൾ വീട്ടിനടുത്തുള്ള തൊട്ടടുത്തൊരു മാമനുണ്ട് കേട്ടോ, അവർ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അതാ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരാനായിട്ട് നിന്ന് കേട്ടോ. മുറ്റമൊക്കെ അടിച്ച് വാരി ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് പിന്നെ അകത്തോട്ട് കയറിയത്. അപ്പോൾ രാവിലെ തന്നെ ഇതൊരു പണിയാണ് സത്യം പറഞ്ഞാൽ. വലിയ ഇലകളൊന്നുമില്ല എങ്കിൽ പോലും ഭയങ്കര ഒരു മടിയാണ് എനിക്കിങ്ങനെ ഒരുപാട് നേരം നിന്ന് അല്ല മുറ്റമൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കേട്ടോ, അല്ല വേറൊന്നും കൊണ്ടിട്ടല്ല. എബി ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് അവൻ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരുമായിരുന്നു കേട്ടോ. അതൊരു വലിയ സഹായമായിരുന്നു അവന്. അവനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് കുറച്ച് ദിവസമായിട്ട്. ഇനി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇങ്ങ് വരും. കാരണം പള്ളിയിൽ VBSും ഒക്കെ കാരണങ്ങളുണ്ട്, പിന്നെ വേറൊരു യാത്രയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവനെ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങ് കൊണ്ടുവരും. രാവിലെ തന്നെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി ചവറൊക്കെ ഒന്ന് കത്തിച്ച് കേട്ടോ. പിന്നെ എൻ്റെ ചെടികൾക്ക് എല്ലാത്തിനും ഞാനൊന്ന് വെള്ളം ഒഴിച്ചു. കുറച്ച് ചെടികളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ ഒന്ന് ചെടിക്കൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് നോക്കി. അപ്പോൾ ഈ റോഡിൻ്റെ ഈ സൈഡിൽ ഞാൻ കുറച്ച് ജമന്തിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിനും വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നട്ടതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടികളൊക്കെ നട്ട് വളർത്താനായിട്ട്. പിന്നെ കുറേയൊക്കെ നമ്മൾ വാങ്ങിക്കണം, അവിടെ ഞാൻ മടിക്കും കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും ആരുടെങ്കിലും ചോദിച്ച് ചെടികളൊക്കെ എടുത്ത് കൊണ്ടുവരാറുമുണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് മാവും ഒന്ന് കലക്കി അടുപ്പത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞും കൊടുത്തു കേട്ടോ. അമ്മയാണ് സാമ്പാർ വെച്ചത്. ആദ്യമേ തന്നെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് മാവ് ആണ് ആദ്യം വെച്ചത് ഞാൻ. പിന്നെ അതിന് ശേഷമാണ് പച്ചക്കറി അരിയാൻ വേണ്ടി നിന്നത് കേട്ടോ. അപ്പോൾ അത് ആവുന്ന സമയം കൊണ്ടും സാമ്പാർ ആകുമല്ലോ, അത് ഉദ്ദേശിച്ചാണ് നിന്നത്. പക്ഷേ ലേറ്റായി കേട്ടോ, പരിപ്പില്ലായിരുന്നു. പിന്നീട് ചേട്ടൻ പുറത്ത് കടയിൽ പോയി വന്നിട്ടാണ് പരിപ്പ് വാങ്ങിച്ചത്. അങ്ങനെ ലേറ്റായിട്ടാണ് കാപ്പി കുടിച്ചത്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ആണ് കേട്ടോ. ഞാൻ കൊണ്ട് നട്ടതായിരുന്നു, ഒരു ചെറിയ തൈ പോലെ അപ്പുറം പറമ്പിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ എടുത്തിട്ട് വന്നതായിരുന്നു കേട്ടോ, ആ ഒരു ചെറിയൊരു തൈയിൽ. അതാണ് ഇത്രയും വലുതായിട്ട് നിറയെ മുരിങ്ങയൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ ടെറസിൽ കയറിയിട്ടാണ് നിന്ന് അതെല്ലാം അടത്തത്. അപ്പോഴത്തേക്കും അശ്വിനി വന്നിട്ടുണ്ടായിരുന്നു, അവൾക്കും ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറമുള്ള മിക്കവർക്കൊക്കെ ഞാൻ കൊടുത്തു, ബീനയ്ക്കും കൊണ്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ കഴിക്കാമായിരുന്നു. എനിക്കിത് ഏറ്റവും ഇഷ്ടം, സാമ്പാറിൽ ഏറ്റവും ഇഷ്ടം കിഴങ്ങാണ് കേട്ടോ. അതും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഇതാ ഉച്ചയ്ക്ക് പെട്ടെന്ന് തന്നെ കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ തോരനും കറിയൊക്കെ വെച്ചതിന് ശേഷം പെട്ടെന്നൊന്ന് പോയി കിടന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്കും വയ്യായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പോയി കിടന്നാൽ മതി എന്നായിരുന്നു. കാരണം 2-3 ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, ചൂട് കാരണം. മുമ്പ് ഞങ്ങൾ ഹോളിൽ കിടക്കുമായിരുന്നു. എനിക്കിപ്പോൾ ഹോളിൽ കിടന്നിട്ട് എപ്പോഴും എണീക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മുറിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറങ്ങാനും പറ്റുന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു 11 മണിയൊക്കെ ആയ സമയത്ത് തന്നെ എന്നെ കൊണ്ടാവുന്ന എല്ലാ ജോലിയും ഞാൻ ഒതുക്കി വെച്ചിട്ട് ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങി. പിന്നെ ചേട്ടൻ വന്ന സമയത്താണ് എഴുന്നേറ്റത് കേട്ടോ. ഒരു 2:30 മണിയൊക്കെ ആയി എഴുന്നേറ്റു. പിന്നെ കുറച്ചേരം ബീനയുടെ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയിരുന്നു. തനിമയ്ക്ക് ഇന്ന് അച്ചപ്പം ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ബീനയും കൂടി ഇരുന്നാണ് ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ട് വന്നു, കുളി കഴിഞ്ഞു കേട്ടോ. കുളിച്ച് വന്ന സമയത്താണ് ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞതുപോലെ ആ ഒരു ചുവരിൽ തന്നെ കടന്നൽ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒന്ന് തട്ടിക്കളയാൻ വേണ്ടി ചേട്ടൻ നിന്നതാണ്. എന്നാലും ഞാൻ പറഞ്ഞു രാത്രി നേരത്തെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ചേട്ടനെ ഇങ്ങനെ അകത്തോട്ട് ഞാൻ കയറ്റി കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കി കേട്ടോ, ശർക്കര ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എബി ഒരുപാട് മിസ് ചെയ്യാറുണ്ട് കേട്ടോ. അവനിങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ നമ്മുടെ മിഥുന സിനിമയിൽ ഇപ്പോൾ പൊട്ടിക്കും ആ ഒരു രീതി നിന്ന്, പക്ഷെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് തന്നെ കളയാം. ചിലപ്പോൾ അടിക്കുമ്പോഴായിരിക്കും അതൊന്ന് ഒന്ന് പറന്ന് വന്ന് നമ്മളെ കൊത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചേട്ടൻ തന്നെ ആ ഒരു വശത്തോട്ടൊക്കെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ചേട്ടൻ തന്നെ ഇട്ട് തന്നു കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഡ്രസ്സുകൾ മാത്രമേ അലക്കിടാറുള്ളൂ. ചേട്ടൻ്റെ ഡ്രസ്സ് ചേട്ടനും ബേബി ഉണ്ടാകുന്ന സമയത്ത് അവൻ്റെ ഡ്രസ്സ് അവനും അങ്ങനെയൊക്കെയാണ് അലക്കിടുന്നത് കേട്ടോ. എനിക്ക് തന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ അലക്കാതെയൊക്കെ ഇട്ടിരുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അലക്കിയിടാൻ വേണ്ടിയിട്ട്. അതും എല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയി ചായ കുടിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പം ചായയും ശർക്കര ഉണ്ടയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു. പിന്നീട് കുടുംബശ്രീയിലെ കുറേ കണക്കുകളൊക്കെ എഴുതാനായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് എഴുതാൻ വേണ്ടിയിട്ടിരുന്നു. അത് എഴുതി തീർന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നല്ല ഉറക്കവും ഉണ്ടായിരുന്നു. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ ഇന്ന് അങ്ങ് ഉച്ചക്കട പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ.
അതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിന്ന് അതുകൊണ്ട് തന്നെ ഹോളിലാണ് കിടന്നുറങ്ങിയത്. അവരും കൂടെ ഉള്ളപ്പോൾ എനിക്കൊരു മടിയാണ്. എബിയും കൂടെ ഉള്ളപ്പോൾ കുഴപ്പമില്ല കിടക്കാനായിട്ട്. പിന്നെ എബിയും കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ അവർ രണ്ടുപേരുണ്ടെന്ന സമയത്ത് എനിക്ക് ഹോളിൽ കിടക്കാൻ ഒരു മടിയായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹോളിൽ ഫാനിൽ മാത്രമേ ഉള്ളൂ ഇവിടെ നല്ല കാറ്റ്. ബാക്കി മുറിയിലെ ഫാനിലൊന്നും നല്ല കാറ്റൊന്നുമില്ല. കാരണം മുറിയിൽ കിടക്കാനും ഭയങ്കര മടി. ഇന്ന് എന്തായാലും ആ ഫാനിൻ്റെ ഒരു ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടന് കപ്പാസിറ്ററൊക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞു ഫാനിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും മുറിയിൽ കിടക്കണം. എനിക്ക് ഹോളിൽ ഞാനും ചേട്ടനും മാത്രമാകുമ്പോൾ എനിക്കൊരു പേടിയാണ്. എന്തെങ്കിലും ഇഴഞ്ഞു വരുമോ, വല്ല വാറ്റയോ വല്ലിയോ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് എനിക്ക് ഭയങ്കര പേടി. പക്ഷേ എബിയും കൂടെ ഉള്ളപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേകതയാണ് അവ എൻ്റെ അടുത്ത് കിടക്കുന്ന സമയത്ത്. അവയില്ലാത്തതിൻ്റെ വിഷമം ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ മാസാവസാനത്തെ കണക്കുകളും മാസം ആദ്യം എഴുതി ചേർക്കേണ്ടതും കുറേ ഉണ്ടായിരുന്നു. ഡീറ്റെയിൽസ് എഴുതാനുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അശ്വിനി ഒരു സിനിമ കാണാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഞാൻ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല. അയ്യോ, ഇതുപോലെ ഒരു പൊട്ടപ്പട ഇനി വേറെ ഒന്നുമില്ല. അത്രത്തോളം നമ്മൾ ഇരുന്ന് ടൈം കളഞ്ഞല്ലോ എന്നായിപ്പോയി. ഞാൻ അവളെ വിളിച്ച് അപ്പം തന്നെ പറഞ്ഞു, എന്തിനാടി ഇങ്ങനത്തെ സിനിമകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നേന്ന്. കഴിഞ്ഞ ദിവസം വേറെ ഒരെണ്ണം പറഞ്ഞു തന്നു, അതും ഇതുപോലെ തന്നെ പേര് മാറി പറഞ്ഞാണ്. അന്ന് ഈ ഒരു സിനിമയായിട്ട് സാദൃശ്യമുള്ള വേറൊരു പേരായിരുന്നു അതും. അപ്പോൾ എല്ലാവരും പേര് മാറിപ്പോയെന്നും പറഞ്ഞ് രാവിലെ തന്നെ എനിക്ക് വന്നിട്ട് മുരിങ്ങയ്ക്ക് എടുക്കാൻ വന്ന സമയത്ത് സിനിമയുടെ പേര് കറക്റ്റ് പറഞ്ഞു തന്നിട്ടാണ് എനിക്ക് പോയത്. പക്ഷേ ആ സിനിമ വളരെ പൊട്ട സിനിമയായിരുന്നു, ഒട്ടും കൊള്ളത്തില്ല കേട്ടോ. അയ്യോ, ഒരു ദിവസം അങ്ങനെ പോയി. നല്ല സിനിമ എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചു. ആ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. വളരെ വേറൊരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് എല്ലാവരും ഇടണം കേട്ടോ. വീഡിയോസ് എങ്ങനെയുണ്ടെന്നും എന്തൊക്കെ അഭിപ്രായങ്ങളാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ. പിന്നെ ചേട്ടൻ ചോറ് കഴിച്ചു. ഞാനൊരു പപ്പങ്ങയിലല്ലോ ഒരു തണ്ണിമത്തനും ഒരു മാങ്ങയാണ് കേട്ടോ ഞാൻ കഴിച്ചത്. ഇത് മാങ്ങ ബീനയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരാൾ മാങ്ങ വിൽക്കാൻ ഇരിപ്പുണ്ട് കേട്ടോ. അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഭയങ്കര പുളിപ്പായിരുന്നു കേട്ടോ. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തും കഴിച്ചു. ഫ്രൂട്ടാണല്ലോ എന്നും പറഞ്ഞിട്ട് രണ്ടും കൂടെ ആയിട്ട് കഴിച്ചു. ചേട്ടൻ ചോറ് കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഫുൾ ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.